കേരള ചരിത്രശില്പികൾ. ചരിത്രം. രചന എ. ശ്രീധരമേനോൻ. ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ആമുഖം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വചാബ്ധ്യമണൽത്തിട്ടാം പാദോപധാനം പൂണ്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന കേരളത്തിന് ദീർഘവും വിശാലവുമായ ഒരു ചരിത്രമുണ്ട്. AD 9-ാം ശതകത്തോടുകൂടി മാത്രമാണ് ഈ പ്രദേശം രാഷ്ട്രീയവും സാംസ്കാരികവും ഭാഷാപരവുമായ വ്യക്തിത്വമാർജിക്കുന്നതെങ്കിലും അനാദികാലം മുതൽക്കുതന്നെ ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിലും വിദേശങ്ങളിലുമുള്ള ജനതതി ഈ നാടിനെക്കുറിച്ചറിഞ്ഞിരുന്നു. സാഹിത്യകൃതികളിലും ശാസനങ്ങളിലുമുള്ള പരാമർശങ്ങൾ കേരളപ്പഴമയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. കേരളം പ്രാചീന കൃതികളിൽ സനാതന നിയമങ്ങളിൽ ചിലതിനെ ധിക്കരിച്ച 3 ജനവിഭാഗങ്ങളിൽ ഒരു കൂട്ടരെന്ന നിലയിൽ ചേരപാതരെ പരാമർശിക്കുന്ന ഐതരേയ ആരണ്യകം എന്ന സംസ്കൃത കൃതിയാണെന്ന് തോന്നുന്നു കേരളം എന്ന നാടിനെക്കുറിച്ച് സൂചന നൽകുന്ന ഏറ്റവും പഴക്കമേറിയ സാഹിത്യകൃതി. സംസ്കൃത ഇതിഹാസ കാവ്യങ്ങൾ നൽകുന്ന തെളിവുകളും ഇക്കാര്യത്തിൽ വെളിച്ചം വീശുന്നു. സുഗ്രീവൻ സീതാന്വേഷണത്തിനായി തന്റെ വാനരപ്പടയെ നിയോഗിച്ചയച്ച രാജ്യങ്ങളിലൊന്ന് കേരളമായിരുന്നുവെന്ന് രാമായണത്തിൽ സൂചനയുണ്ട്. കാത്യായനനും BC 4-ാം നൂറ്റാണ്ട്, പതഞ്ജലിക്കും BC 2-ാം നൂറ്റാണ്ട് പരിചിതമായിരുന്ന കേരളം മുത്തുകൾ ധാരാളം വിളയുന്ന നദികളിലൊന്നായി ചൂർണിയെ, അതായത് പെരിയാറിനെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വർണ്ണിക്കുന്നു. വായു, മാത്സ്യം, പദ്മം, സ്കന്ദം, മാർക്കണ്ഡേയം എന്നീ പുരാണങ്ങളും കേരളവുമായുള്ള പരിചയം വ്യക്തമാക്കുന്നു. AD 4-ാം ശതകത്തിലും ഉത്തരേന്ത്യൻ കവികൾക്ക് കേരളത്തെക്കുറിച്ചറിയാമായിരുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തെക്കുറിച്ചുള്ള മനോഹര വർണ്ണന ഉൾക്കൊള്ളുന്ന രഘുവംശകാവ്യം. ശിലാലിഖിതങ്ങളാകട്ടെ സാഹിത്യകൃതികൾ നൽകുന്ന തെളിവുകൾക്ക് പൂരകങ്ങളായി നിലകൊള്ളുന്നു. കേരളത്തെക്കുറിച്ചു പരാമർശമുള്ള അതിപുരാതന ശിലാലേഖനം അശോക ചക്രവർത്തിയുടെ ഭരണകാലവുമായി 274-237 BC ബന്ധപ്പെട്ടതാണ്. 2ഉം 13ഉം ശിലാലിഖിതങ്ങൾ അശോകന്റെ സാമ്രാജ്യാതിർത്തിക്കടുത്തുള്ള കേരളപുത്രന്റെ നാടിനെക്കുറിച്ച് പരാമർശിക്കുന്നു. പുരാതന വാണിജ്യബന്ധങ്ങൾ. പ്രാചീന കാലം തൊട്ടുതന്നെ ലോക വാണിജ്യ ഭൂപടത്തിൽ കേരളം ഒരു പ്രധാന സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. അതിപുരാതനമായ സിന്ധുനദീതട സംസ്കാരത്തിന്റെ BC 3-ാം സഹസ്രാബ്ദം കാലഘട്ടത്തിൽ പോലും കേരളവും ഉത്തരേന്ത്യയും തമ്മിൽ വാണിജ്യബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു. അന്നു കേരളത്തിൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല വസ്തുക്കളും സിന്ധുനദീതടത്തിലെത്തുകയും അവിടെ നിന്നും കരമാർഗം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെത്തിച്ചേരുകയും ചെയ്തിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. BC 3-ാം സഹസ്രാബ്ദം തൊട്ടെങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്ന കീർത്തി വിദേശികളെ കേരളത്തിന്റെ തീരങ്ങളിൽ എത്തിച്ചിരിക്കണം. കുരുമുളക്, കറുവാപ്പട്ട, ഏലം, കരയാമ്പൂ തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വളരെയേറെ പ്രിയമുണ്ടായിരുന്നതിനാൽ കടൽമാർഗമായും കരമാർഗമായും ഇവ ആ പ്രദേശങ്ങളിലുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. ബാബിലോൺ നഗരത്തിലെ പ്രധാന വ്യാപാരങ്ങളിലൊന്നായിരുന്നു സുഗന്ധദ്രവ്യങ്ങളുടെ ക്രയവിക്രയം. ബാബിലോണിയക്കാരെ കൂടാതെ കേരളത്തിലെ സുഗന്ധവസ്തുക്കളിൽ താൽപ്പര്യം കാണിച്ചിരുന്നവരാണ് അസീറിയക്കാരും ഈജിപ്തുകാരും. മാത്രമല്ല, അവർ അവയിൽ വിപുലമായ വാണിജ്യം നടത്തുകയും ചെയ്തു. ഇസ്രായേലിലെ സോളൻ രാജാവ് ഒരു കപ്പൽ നിര തന്നെ അയച്ച് കേരള തീരത്തുനിന്ന് സുഗന്ധവസ്തുക്കളുടെയും മറ്റും വലിയ ഒരു ശേഖരം കയറ്റിക്കൊണ്ടുപോയതായി പറയപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ നിന്നു വന്ന ഈ വ്യാപാരികളിൽ കൂടിയായിരുന്നു കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ യൂറോപ്പിലെത്തിച്ചേർന്നത്.
Sample complete. Ready to continue?